അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എന്താണ്, FOB എന്താണെന്ന് പറഞ്ഞു, CIF എന്താണെന്ന് പറഞ്ഞു, അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു, ബാങ്കിൽ പേയ്മെന്റ് വരുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്റർനാഷണൽ മോഡ് ഓഫ് പേയ്മെന്റ് 24 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എത്രയൊക്കെ ഒരു കാര്യം പറഞ്ഞേക്കാം, എത്രയൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലും ഒരുപാട് പേർക്ക് സംശയങ്ങൾ, ക്ലാരിറ്റി വരുന്നില്ല. അപ്പോൾ അത് ആരുടെയും കുഴപ്പമൊന്നുമില്ല. ഒന്ന് മനസ്സിലാക്കുക, എല്ലാം പഠിച്ചുകൊണ്ട് ആരും ജനിക്കുന്നില്ല. എല്ലാവരും വന്ന് ഇങ്ങനെ ചെയ്താണ് പഠിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വറീഡാവാതിരിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ചോദിക്കുക. പുതുതായിട്ട് തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ കംപ്ലീറ്റ് നോളജ്, അതായത് ഇഫ് യു ആർ എ ന്യൂ കമർ ടു ദിസ് ഫീൽഡ്, you give me 5 hours 6 hours time to have a conversation with you. See, when you are coming over here to meet me in person, എന്നെ നിങ്ങൾ കാണാൻ വരുന്ന സമയത്ത് your knowledge may be zero about exports, അല്ലേ? അപ്പോൾ see, after having conversation with me about 5 to 6 hours time, when you are going back, I guarantee that your knowledge will be equal to a man who has been in the field of exports and imports for the last 20 years time. എന്താ പറഞ്ഞത് ഞാനിപ്പോൾ? എന്നെ നിങ്ങൾ കാണാൻ വരുന്ന സമയത്ത് നിങ്ങളുടെ അറിവ് സീറോ ആയിരിക്കാം. ഏതിനെപ്പറ്റി? കയറ്റുമതി മേഖലയെ പറ്റി. പക്ഷേ ഞാനുമായിട്ട് ഞാനിവിടെ എൻ്റെ ക്ലയൻസുകളൊക്കെ വളരെ ദൂരെ നിന്ന് വന്നിട്ട് ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യും. സോ ദേ ആർ റീച്ചിങ് ഹിയർ വൺ മോർണിംഗ്, നെക്സ്റ്റ് ഡേ മോർണിംഗ് ദേ ആർ ഗോയിങ് ബാക്ക് ബൈ അനദർ ഫ്ലൈറ്റ്സ് ടു ബോംബെ, ഡൽഹി, ഹരിയാന, അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്ക് ദർ ഈസ് എ ടോട്ടൽ ചേഞ്ച് ഇൻ ദെയർ നോളജ്. അവർ എക്സ്പോർട്ടിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്താണോ അതൊന്നും അല്ല എന്ന് അവർക്ക് ബോധ്യം വരികയും തിരിച്ചു പോകുന്നു. ഐ ട്രാൻസ്ഫർ ദ കംപ്ലീറ്റ് നോളജ് ടു ദം, ആൻഡ് വെൻ ദേ ആർ ഗോയിങ് ബാക്ക് ഐ ഡു ഗ്യാരണ്ടി ദാറ്റ് their knowledge will be equal to a man who has been in the field of exports and imports for the last 20 years time. 20 കൊല്ലമായിട്ട് കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യുന്ന ഒരാളിന്റെ അറിവിന് തുല്യമായിരിക്കും ഈ പുതുതായിട്ട് വന്ന് എൻ്റെ സംസാരിച്ചിട്ട് പോകുന്നവർക്ക് അറിവ്. അപ്പൊ ഞാൻ എന്താണ് ഈ പറഞ്ഞു കൊടുക്കുന്നത് പറഞ്ഞാൽ പെട്ടെന്ന് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞു കൊടുത്ത് വിടുകയല്ല. അതായത് വാട്ട് ആർ ദ ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ്, ഇങ്ങനെയൊക്കെ പറയുന്ന നിയമങ്ങളാണ്. നിയമങ്ങൾ മാത്രം പഠിച്ചിട്ട് കച്ചവടം ചെയ്യാൻ പോയാൽ പുതിയ തലമുറ അമൂൽ ബേബിയെ പോലെ ആയിപ്പോ. അതായത് നിയമങ്ങളാണ് എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുന്നത്. എവിടെ പോയാലും സെമിനാർ അത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണുമല്ലോ. നിയമത്തിൽ അതായത് ഇപ്പം എക്സ്പോർട്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ MBA ക്ലാസ് ഇതിനുണ്ട്. അപ്പൊ അതിൽ പഠിക്കുന്ന കംപ്ലീറ്റ് നിയമങ്ങളാണ്. നിയമങ്ങൾ പഠിച്ചിട്ട് കച്ചവടം ചെയ്യാൻ പോയാൽ ഒരു അമൂൽ ബേബിയെ പോലെ ആയിപ്പോ. ആരെങ്കിലും പറ്റിക്കും. അപ്പം നിയമങ്ങൾ വേണം, വേണ്ടെന്നല്ല, നിയമങ്ങളും പഠിക്കണം. ഇതിനകത്തുള്ള തട്ടിപ്പ് എന്താണെന്ന് പഠിക്കണം. എങ്ങനെയൊക്കെ നിങ്ങൾ ഒരു വിദേശ രാജ്യത്തുള്ള ബയർ നിങ്ങളെ എങ്ങനെയെല്ലാം ചീറ്റ് ചെയ്യാനുള്ള, ചതിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ദാറ്റ് ലൂപ്പ് ഹോൾസ് ഹാസ് ടു ബി ക്ലോസ്ഡ്. ക്ലിയർ? നിങ്ങൾ കച്ചവടത്തിൽ ഇറങ്ങുമ്പോൾ എനിക്കെല്ലാം അറിയാം എന്ന് തോന്നുന്നത് ഒരു പക്ഷേ അറിയാമായതുകൊണ്ടായിരിക്കാം, ഒരു പക്ഷേ അതിനകത്തുള്ള കള്ളത്തരങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരിക്കാം. അപ്പോൾ അത് ഒരു വലിയ ചതിവിൽ ചെന്ന് പറ്റിയിട്ട് പഠിക്കുന്നതിനേക്കാൾ ഉപരി അത് പറ്റാതെ നോക്കുക. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ മേഖലയിൽ കൂടി ഇതിനു മുമ്പ് ഞാൻ 34ാമത്തെ കൊല്ലമാണ് കയറ്റുമതി മേഖലയിൽ കൺസൾട്ടന്റ്. അതായത് നിങ്ങൾക്ക് മുമ്പ് 34 വർഷമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പാതയാണ് കൺസൾട്ടൻസി ഫീൽഡ്. അപ്പോൾ എനിക്ക് എന്തായാലും നിങ്ങളോട് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതെല്ലാം ഞാൻ പറഞ്ഞു തരാം, അല്ലേ? അപ്പം എനിക്കിപ്പോൾ പുതുതായിട്ടൊരു ക്ലയന്റ് വന്നു, അതായത് ബോംബെയിൽ. പുതിയ ക്ലയന്റ് ഒന്നുമില്ല, ദേ ആർ ആൾറെഡി ഇൻ ദ ഫീൽഡ് ഓഫ് ബഫല്ലോ മീറ്റ്. വിയറ്റ്നാമിലോട്ട് കയറ്റുമതി ചെയ്യാണ്. ബഫല്ലോ മീറ്റ് കയറ്റുമതി ചെയ്യാണ്. അവരെത്രയോ വർഷമായിട്ട് ബഫല്ലോ മീറ്റ്. അപ്പം ഞാൻ ഒരാൾ കയറ്റുമതി ചെയ്യുന്നു, മറ്റേ രാജ്യത്തായാലും ഇറക്കുമതി ചെയ്യുന്നു, അല്ലേ? ചിലപ്പോൾ ഇവർ രണ്ടുപേരും ഇന്ത്യക്കാരനാണെന്ന് വിചാരിച്ചു. ഇവർ രണ്ടുപേരും, അതായത് ബയ്യറും സെല്ലറും ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് വിചാരിച്ചോളൂ. ഒരാൾ അപ്പുറത്ത് പോയി തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അപ്പം നമ്മുടെ തന്നെ ആള് തന്നെ അപ്പുറത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കാമല്ലോ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ എക്സ്പോർട്ടർ ബയ്യറിന് ക്രെഡിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഒരു 1-2 കോടിക്ക് കൊടുത്തു, അവർ കൃത്യമായി ബയ്യർ പൈസ തരും. അപ്പം നമുക്ക് വലിയ വിശ്വാസമാവും. അങ്ങനെ 4 കോടി 5 കോടി ആവാം, 10 ആവാം, 20 കോടി ആവാം. അങ്ങനെ പൈസ ചിലപ്പോൾ കിട്ടാതെയായിപ്പോ. കാരണങ്ങൾ പലതും ആകാം. ചിലപ്പോൾ അയാൾ പറ്റിച്ചതായിരിക്കാം, അല്ലെങ്കിൽ അയാളെ മറ്റാരെങ്കിലും പറ്റിച്ചതായിരിക്കാം ബയ്യറിനെ. അപ്പൊ ഇതുപോലത്തെ കേസ് വരുന്ന സമയത്ത് ഉടനെ കേസ് ഫയൽ ചെയ്യേണ്ടത് ഹൈക്കോടതിയിലോ
സുപ്രീം കോടതിയിലോ ഒന്നും അല്ല. തർക്കം വരുമ്പോൾ കേസ് ഫയൽ ചെയ്യുമല്ലോ. തർക്കം വരുമ്പോൾ കോടതിയിൽ പരാതി കൊടുക്കണ്ടേ അല്ലേ? അപ്പോൾ അതിന് ഹൈക്കോടതിയിലല്ല ഈ കേസ് കൊടുക്കേണ്ടത്, സുപ്രീം കോടതിയിലും അല്ല കേസ് കൊടുക്കേണ്ടത്. എവിടെയാ കൊടുക്കേണ്ടത്? രണ്ടുപേരും ഇന്ത്യയിൽ അയൽവാസികളായിരുന്നിരിക്കാം, നല്ല സുഹൃത്തുക്കളായിരിക്കാം, നല്ല ബന്ധുക്കളായിരുന്നിരിക്കാം. പക്ഷെ കച്ചവടം നടന്നത് രണ്ടുപേരും രണ്ട് രാജ്യത്തായിരുന്നത് കൊണ്ട് അത് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ കേസ് എടുക്കില്ല. കാരണം ജൂറിസ്ഡിക്ഷൻ. എന്താണ് ജൂറിസ്ഡിക്ഷൻ? അധികാരപരിധിയുണ്ട് കോടതിക്ക് അല്ലേ? അപ്പൊ രണ്ടുപേരും രണ്ട് രാജ്യത്ത് ഇരിക്കുമ്പോൾ രണ്ട് രാജ്യത്തെ കേസുകളല്ലേ, നിയമങ്ങളല്ലേ ബാധകം. അപ്പൊ അത് ഒന്നിൽ നമ്മൾ വിയറ്റ്നാം കോടതിയിൽ പോകുക, അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. വലിയ വലിയ കേസുകളൊക്കെ ആണെങ്കിൽ അന്താരാഷ്ട്ര കോടതിയിലാണ്. അതിന് ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പറയുമ്പോഴത്തേക്ക് വീഡിയോ വലുതായി പോകും. അപ്പോൾ അതിന്റെ ക്രിമിനൽ ലോയറും കൂടിയാണ്. അതായത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഈ കയറ്റുമതിക്കാർക്ക് വേണ്ടി വാദിക്കാനുള്ള ക്രിമിനൽ ലോയറാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഓരോന്നിലൊന്നും എന്താണ് ഇന്റർനാഷണൽ മോഡ് ഓഫ് പേയ്മെന്റ്സിനെ കുറിച്ച് പറയും. അതിനകത്ത് നിങ്ങൾ എന്നിട്ടും അതിൽ ചീറ്റ് ചെയ്യപ്പെടാനുള്ള ഓരോ ചെറിയ ലൂപ്പ് ഹോൾസ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഓരോ വീഡിയോയും ശ്രദ്ധയോടെ കേൾക്കുന്നവരെ നിങ്ങളെ ഞാൻ ഇതിനകത്തൊരു പക്ക മാസ്റ്ററാക്കി മാറ്റാം, ഗ്യാരണ്ടി തരികയാണ്. പക്ഷെ ഓരോ വീഡിയോ നിങ്ങൾ വളരെ വ്യക്തമായി സസൂക്ഷ്മം കേട്ട് മനസ്സിലാക്കണം. സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ഗുഡ് ബൈ.